സമസ്തയിലെ ചേരിതിരിവ് അവസാനിപ്പിക്കാൻ ലീഗ് അനുകൂലികളെയും വിരുദ്ധരെയും ഒന്നിച്ചിരുത്തിയുള്ള സമവായ ചർച്ച നടന്നേക്കില്ല. യോഗത്തിൽ പങ്കെടുക്കണ്ട എന്ന ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ തീരുമാനത്തെ പാണക്കാട് സാദിഖ് അലി തങ്ങൾ രൂക്ഷമായി വിമർശിച്ചു. സമവായ ചർച്ച വൈകിട്ട് നടക്കുമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടും വിട്ടുനിൽക്കുന്നത് ധിക്കാരമാണെന്നും തങ്ങൾ പറഞ്ഞു. സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളുമായി പാണക്കാട് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരണം. സമവായ ചർച്ച ഉണ്ട്. സമവായ ചർച്ച ഞാൻ മേയർ സാഹിബ്, ജിഫ്രി തങ്ങൾ, MT ഉസ്താദ് ഇവർ കൂടി വിളിച്ചു ചേർത്ത മീറ്റിംഗാണ്. ഇപ്പോഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊരു അന്തിമ തീരുമാനം വരണം. ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളെയൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്ത് നടക്കും. സംഘടന ഒരു യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ്. അതില്ലാന്നുണ്ടാകുമ്പോൾ അതൊരു നേതൃത്വമുള്ള ധിക്കാരമായിട്ടായിരിക്കും കാണുക. സമസ്ത മലപ്പുറം ജില്ലാ സെക്രട്ടറി പുത്തനഴി മൊയ്തീൻ ഫൈസി, അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, സലീം എടക്കര ഉൾപ്പെടെയുള്ള നേതാക്കളാണ് പാണക്കാടെത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയും ചർച്ചയിൽ പങ്കെടുത്തു. ചർച്ചയെക്കുറിച്ച് അറിയിച്ചില്ല എന്നും നേതൃത്വം തീരുമാനിക്കട്ടെ എന്നുമാണ് ലീഗ് വിരുദ്ധരുടെ നിലപാട്. പാണക്കാട് നിന്നും അഷ്കർ അലി വാർത്തയുടെ വിവരങ്ങളുമായി. അഷ്കർ, എന്തുകൊണ്ടാണ് ലീഗ് വിരുദ്ധർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അവർ പറയുന്നത് പോലെ യോഗത്തിന് വിളിച്ചില്ല എന്നുള്ളത് എത്രത്തോളം യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതാണ്? ഇന്നിപ്പോൾ ഒരു സമവായ ചർച്ച, അതിലൂടെ പരിഹാരം, അതാണ് പ്രതീക്ഷിച്ചിരുന്നത്. സ്മൃതി, ഇന്നെന്തായാലും സമവായ ചർച്ച നടക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനം എത്തിയിരിക്കുന്നു. അതിൽ ചർച്ച എന്തായാലും മുൻകൂട്ടി നിശ്ചയിച്ച പോലെ തന്നെ നടക്കും. പക്ഷേ അതിൽ ആർക്ക് പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ അനിശ്ചിതത്വമുള്ളത്. ലീഗ് അനുകൂലികൾ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ നിരുപാധികം അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവർ തീർച്ചയായും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്നാൽ ലീഗ് വിരുദ്ധ ഇവരുടെ എതിർത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ലീഗ് നേതൃത്വത്തോടൊക്കെ ഇടഞ്ഞു നിൽക്കുന്ന ആളുകൾ, അതിൽ തന്നെ പ്രതിനിധികളായിട്ടുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നിലവിൽ ആശങ്ക നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നത്. ഔദ്യോഗികമായി അവരെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് അവർ പരാതി പറയുന്നത്. തങ്ങൾക്ക് ഇത്തരത്തിൽ സമസ്ത നേതൃത്വത്തിൽ നിന്നും ആരിൽ നിന്നും ഇത്തരത്തിലൊരു ഔദ്യോഗികമായിട്ടുള്ള ക്ഷണം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അങ്ങനെ പങ്കെടുക്കേണ്ട ആവശ്യവുമില്ല. മാത്രമല്ല, ഇത്തരം ചർച്ചകളൊക്കെ തന്നെ പലപ്പോഴും ചർച്ചകൾ നടന്ന് അതിൽ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത് അതിൽ നടപ്പാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു പ്രഹസനമാണ് എന്നുള്ള ഒരു ആരോപണം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് പാണക്കാട് ഒരു അടിയന്തര യോഗം ചേർന്നത്. ലീഗ് അനുകൂലികളും പാണക്കാട് സാദിഖ് അലി ശിഹാബുകളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ലീഗ് അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് തന്നെ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി, RV കുട്ടി ഹസൻ ദാരിമി, പുത്തനഴി മൊയ്തീൻ ഫൈസി, അതുപോലെ തന്നെ സലീം എടക്കര ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം പുറത്തിറങ്ങിയ അവർ മാധ്യമങ്ങളോട് ഔദ്യോഗികമായി പറഞ്ഞില്ലെങ്കിൽ പോലും തങ്ങൾ ഈ യോഗത്തിൽ എത്തുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു. പിന്നീട് മാധ്യമങ്ങളെ കണ്ട സ്വാദികൾ തങ്ങളാണ് ഇതിൽ കടുപ്പിച്ചുള്ള നിലപാട്, മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ വിഷയത്തിലുള്ള ഒരു കടുപ്പിച്ചുള്ള നിലപാട് തന്നെ വ്യക്തമാക്കിയത്. ഔദ്യോഗികമായി ക്ഷണിക്കുന്നത് നേതൃത്വമാണ്. നേതൃത്വം ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളത് ബന്ധപ്പെട്ട കക്ഷികളുടെ ബാധ്യതയാണത്. പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു അച്ചടക്ക ലംഘനം തന്നെയാണത്. മുസ്ലിം ലീഗിൽ എന്നല്ല, ഏത് സംഘടനകളാണെങ്കിലും നേതൃത്വം ആവശ്യപ്പെട്ടാൽ അതിൽ കക്ഷികൾ പങ്കെടുക്കുക എന്നുള്ളത്, പങ്കെടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു അച്ചടക്ക ലംഘനമായി തന്നെ കാണേണ്ടി വരും. അത് നേതൃത്വത്തോടുള്ള ധിക്കാരമാണ് എന്നാണ് സാദിഖ് തങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത്. സ്വാഭാവികമായും നമുക്ക് ആ സാഹചര്യത്തെ വിലയിരുത്തുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇപ്പോൾ വിട്ടുനിൽക്കുന്ന സംഘത്തിന് മേൽ മുസ്ലിം ലീഗ് നേതൃത്വം ശക്തമായൊരു സമ്മർദ്ദം എടുത്തു വെച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഏതെങ്കിലും തരത്തിൽ അവർ ഇതിൽ പങ്കെടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ സമവായ ചർച്ച നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം മേൽ കൂടി അവർക്ക് മേൽ വെക്കപ്പെടുന്ന, അവർക്ക് മേൽ വഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം അതുപോലെ തന്നെ ലീഗ് അനുകൂലികളും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതേസമയം തന്നെ ചർച്ച രണ്ട് വിഭാഗത്തിൻ്റെയും കക്ഷികൾ പങ്കെടുത്തില്ലെങ്കിൽ പോലും നേതൃതല ചർച്ച നടക്കുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുന്നു. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ജിഫ്രി മുത്തുക്കോയത്തങ്ങളും MT അബ്ദുള്ള മുസ്ലിയാരുമായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുക. വൈകുന്നേരം 3 മണിക്ക് തന്നെ ആ ചർച്ച നടക്കുകയും ചെയ്യും. പക്ഷേ ഒരു വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ എത്താതെ ലീഗ് അനുകൂലികൾ മാത്രം ആ ചർച്ചയിൽ പങ്കെടുപ്പിക്കുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും സമവായ ചർച്ചയിൽ പോലും ഒരു സമവായം ഇല്ലാത്ത രീതിയിലേക്ക് സമസ്തയിൽ വിഭാഗീയത എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിലവിലെ സാഹചര്യം. അഷ്കർ, ഈ വിട്ടുനിൽക്കുന്നവർ പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം വരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു? ഈ വിളിച്ചിട്ടില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല എന്ന് വ്യക്തമാണല്ലോ. ആര് പങ്കെടുക്കുമെന്നതിലാണ് ഒരു തർക്കം, അല്ലേ?
സ്മൃതിത്തിൽ ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന കാര്യത്തിൽ പോലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ഔദ്യോഗികമായി ക്ഷണിച്ചു എന്ന് ഇല്ലെങ്കിൽ ക്ഷണിക്കേണ്ട ഉത്തരവാദിത്തം സമസ്ത നേതാക്കൾക്കാണ് എന്നാണ് സ്വാദിഖൽ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു വെക്കുന്നത്. അവർ അത് ക്ഷണിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്ന് ഇവർ പറയുന്നു. മാത്രമല്ല ആരെങ്കിലും വിട്ടു നിൽക്കുന്നു എന്നുള്ളൊരു വിവരം ഇതുവരെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് മാധ്യമങ്ങളോട് വന്ന മാത്രം വാർത്തയാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് 10 പ്രതിനിധികളെ പങ്കെടുപ്പിക്കുമെന്നുള്ളതൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ്. ഔദ്യോഗികമായിട്ട് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അത്തരത്തിൽ ഈ വിഭാഗം പങ്കെടുക്കാതെ വരികയാണെങ്കിൽ പോലും അതിനെ മറികടന്നുള്ള ഒരു മുൻകരുതൽ ഇപ്പോൾ തന്നെ ലീഗ് നേതൃത്വം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വിട്ടുനിൽക്കുന്ന വിഭാഗം പറയുന്നത് തങ്ങളെ ഇതുവരെ ഔദ്യോഗികമായിട്ട് ആരും ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഈ നേരം വരെ തങ്ങളെ ഔദ്യോഗികമായി ആരും ക്ഷണിച്ചിട്ടില്ല. മാത്രമല്ല അത്തരമൊരു ചർച്ചയുടെ സാഹചര്യം നിലനിൽക്കുന്നുമില്ല. അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് CIC-യുമായി ബന്ധപ്പെട്ട വഫിയ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നങ്ങളിൽ ഈ പറയുന്ന ലീഗ് അനുകൂലികൾക്കോ ഇല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്നവർക്ക് വ്യത്യസ്ത അഭിപ്രായമില്ല. സമസ്ത ഏക അഭിപ്രായം അതിലെടുത്തിരിക്കുന്നത് CIC-യെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാടാണ്. അതുകൊണ്ട് അതിലൊരു ചർച്ചയ്ക്കുള്ള പ്രസക്തി ഉദിക്കുന്നില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ലീഗ് വിരുദ്ധരെന്ന് വിശേഷിപ്പിക്കാൻ പോലും അവർ വ്യക്തിപരമായി സമ്മതിക്കുന്നില്ല. നമ്മളെയൊക്കെ അവർ വിളിച്ചു പറയുന്നത് ഞങ്ങൾ ഔദ്യോഗിക സമസ്തക്കാരാണ്, മറുഭാഗം സമസ്ത വിരുദ്ധരാണ് എന്നുള്ള ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ സാഹചര്യം ഉയർത്തി കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ള കാത്തിരുന്ന് തന്നെ കാണണം. ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നാൽ സ്വാഭാവികമായും അവർക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും. ഇനി ജിഫ്രി തങ്ങളടക്കമുള്ളവർ പലപ്പോഴും ഈ വിഭാഗത്തിന് പരോക്ഷമായെങ്കിലും പിന്തുണച്ച നിലപാട് സ്വീകരിക്കുന്ന നേതാവ് കൂടിയാണ് സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. നേരത്തെ ആലോചിച്ചിരുന്നത് അഷ്കർ, ഇരുവിഭാഗത്തിൽ നിന്നും 10 പേരെ വീതം അല്ലെ ഈ ചർച്ചയിൽ ആലോചിച്ചിരുന്നത്? സ്മൃതി, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് സമസ്തയുടെ മുഷാർ അംഗം കൂടിയായിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള MT അബ്ദുൽ മുസ്ലിയാരാണ് ഇത്തരത്തിൽ ലീഗ് അനുകൂലികൾക്ക് വിളിച്ചുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കുന്നതിനും ഇത്തരത്തിൽ 10 പ്രതിനിധികളെ ലിസ്റ്റ് നൽകാനും ആവശ്യപ്പെടുന്നത്. അവർ ആ ലിസ്റ്റ് നൽകുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ സമസ്തയുടെ ഔദ്യോഗികമായിട്ടുള്ള ആരും തങ്ങളോട് ലിസ്റ്റ് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ വിട്ടു നിൽക്കുന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഇനി മാത്രമല്ല തങ്ങൾ ക്ഷണിക്കേണ്ട ഉത്തരവാദിത്തം ജിഫ്രി തങ്ങൾ അടക്കമുള്ളവർക്കാണ് എന്നും അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. തങ്ങൾ പങ്കെടുക്കില്ല എന്നുള്ള വിവരം ജിഫ്രി തങ്ങളെ തന്നെ ഈ സംഘം അറിയിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. അങ്ങനെയെങ്കിൽ ജിഫ്രി തങ്ങൾ ഇനി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാടും നിർണായകമാകും. സ്വാഭാവികമായും ഇന്ന് നടന്ന ആ യോഗത്തിന് ശേഷം സ്വാദിഖ് തങ്ങൾ ജിഫ്രി തങ്ങളുമായി ഫോൺ വഴി സംസാരിച്ചു എന്നാണ് തങ്ങൾ തന്നെ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഫോൺ സംഭാഷണത്തിൽ ഏതെങ്കിലും മധ്യസ്ഥത ഉടലെടുത്തിട്ടുണ്ടോ, അത്തരത്തിലും ഒരു നിർദ്ദേശം ഉടലെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സമസ്തയിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഏതെങ്കിലും നേതാക്കൾ ഇല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് എത്തില്ല എന്ന് പറഞ്ഞ നേതാക്കൾ തന്നെ ഈ ചർച്ചയ്ക്ക് എത്തുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ഇനി കാത്തു നിൽക്കേണ്ടത്. എന്തായാലും ചർച്ച നടക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ചർച്ചയിൽ ആർക്ക് പങ്കെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഈ ഘട്ടത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. ശരി അഷ്കർ, ഏതായാലും ഹമീദ് ഫൈസി അമ്പലക്കടവ് നേതൃത്വം നൽകുന്ന വിഭാഗമാണ് സമവായ ചർച്ചയിൽ നിന്നും വിട്ടുനിൽക്കുന്നത്. സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല എന്നറിയുന്നു. ഇതിലെ ഏറ്റവും വലിയ കൗതുകം ഈ തർക്കം അവസാനിക്കുക ലീഗ് വിരുദ്ധ ചേരിയും ലീഗ് അനുകൂല ചേരിയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ചയിൽ നിന്നാണിപ്പോൾ ലീഗ് വിരുദ്ധ ചേരി വിട്ടുനിൽക്കുന്നത്.